തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചില ഇലക്ഷൻ്റെ കണക്കുകളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം 2010 കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPക്ക് നാമം മാത്രമായ കൗൺസിലർമാർ മാത്രമായിരുന്നു. 6 BJPയുടെ കൗൺസിലറും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തിരുവനന്തപുരം കോർപ്പറേഷനുണ്ടായിരുന്നു. അന്ന് UDFന് ഏകദേശം 40 കൗൺസിലർമാരായിരുന്നു UDFന്. അതുപോലെ LDFന് 51 കൗൺസിലർമാരും ഉണ്ടായിരുന്നു. അത് 2010. 2015 ആയപ്പോൾ BJPയുടെ കൗൺസിലർമാരുടെ എണ്ണം 35 കുതിച്ചു ചാടുകയാണ് ചെയ്തത്. 2020 ആയപ്പോൾ അതേ അവസ്ഥ തന്നെയാണ്. BJPയുടെ കൗൺസിലർമാരുടെ എണ്ണം 35 എന്ന നമ്പറിലേക്ക് എത്തി. എന്തുകൊണ്ടാണ് BJPയുടെ കൗൺസിലർമാരുടെ എണ്ണം കൂടുന്നത്? പലരും പല പ്രാവശ്യവും ചിന്തിച്ചിട്ടുണ്ടാകും. അവരുടെ പ്രവർത്തനം തന്നെയാണ് ഒരു ഫാക്ട്. ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് എല്ലാ വാർഡുകളിലും BJPയുടെ കൗൺസിലർമാർ. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ 40 സീറ്റിൽ നിന്നും 10-12 സീറ്റിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ട് താഴ്ന്നുപോയി എന്നുള്ളതിന് ആർക്കും ഇപ്പോഴും ഉത്തരമില്ല. എന്നാൽ മനസ്സിലാക്കിയത്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡുകൾ എടുത്തു നോക്കിയാൽ 100 വാർഡിലും ബലാബലം നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്താൻ കോൺഗ്രസിനാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കും എന്തിനാണ് ബലാബലം നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ. പക്ഷെ നമുക്ക് 2010 ഇലക്ഷനിൽ ശേഷമുള്ള ഇലക്ഷനിലെ മാറ്റങ്ങളെക്കുറിച്ച് പറയാം. 2010 BJP 6 കൗൺസിലർമാരുമായി തിരുവനന്തപുരം നഗരസഭയിൽ ശക്തമായ പ്രതിപക്ഷമായി മാറി എന്നുള്ളതാണ് ഒരു സത്യം. സ്വാഭാവികമായിട്ടും ആ വാർഡുകളിൽ BJP വീണ്ടും ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ചില ധാരണകൾ പല വാർഡുകളിലും ഉണ്ടായി. BJP പിടിച്ചെടുത്ത പല വാർഡുകളും കോൺഗ്രസിന്റെ വാർഡുകളായിരുന്നു. CPMന് ശക്തമായ വേരോട്ടമുള്ള വാർഡുകളും BJP പിടിച്ചെടുത്തിരുന്നു. BJPയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള ഒരു ധാരണ കോൺഗ്രസും ഇടതുപക്ഷവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല വാർഡുകളിലും തീരുമാനമെടുത്തു. ഇവരുടെ ഈ രഹസ്യമായ വാർഡ് തലത്തിലെ രഹസ്യ തീരുമാനം CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് ദുർബല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷം ദുർബല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. അങ്ങനെ ഇടതുപക്ഷവും കോൺഗ്രസും വളരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി തുടങ്ങി. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ദുർബലമാകുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട UDFന് ലഭിക്കേണ്ട വോട്ട് CPMലേക്ക് പോകുമെന്ന് CPM വിശ്വസിച്ചു. ഇടതുപക്ഷത്തിന്റെ വോട്ട് കോൺഗ്രസിലേക്ക് എത്തുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചു. എന്നാൽ ഈ പ്രതീക്ഷ ആകെ തെറ്റിച്ചുകൊണ്ട് BJP ഈ പറയുന്ന വാർഡുകളിൽ BJP ശക്തമായ മുന്നേറ്റം നടത്തി. BJPയുടെ ശക്തമായ ഈ മുന്നേറ്റം BJPയെ 35 കൗൺസിലർമാരിൽ കൊണ്ടെത്തിച്ചു. എന്നാൽ ആ 2010 ശേഷമുള്ള ഇലക്ഷനിൽ അടിപറ്റിയത് കോൺഗ്രസിനായിരുന്നു. എങ്ങനെയെന്നായിരിക്കും? 2010 ശേഷം നടന്ന നിയമസഭാ ഇലക്ഷനുകളിൽ കോൺഗ്രസിന്റെ സീറ്റിന്റെ എണ്ണം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഏറ്റവും അവസാനം നടന്ന അസംബ്ലി ഇലക്ഷനിൽ തിരുവനന്തപുരം പാർലമെന്റിൽ കോൺഗ്രസിന് ആകെ ജയിക്കാൻ സാധിച്ചത് ഒരു മണ്ഡലത്തിൽ മാത്രമാണ്. തിരുവനന്തപുരം ജില്ല മുഴുവൻ എടുത്തു നോക്കിയാലും കോൺഗ്രസിന് ജയിക്കാനാകിയ ആകെ സീറ്റ് തിരുവനന്തപുരത്ത് കോവളം മണ്ഡലത്തിൽ മാത്രമാണ്. അത് സമുദായ സമവാക്യങ്ങൾ കോവളം മണ്ഡലത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല നമ്മുടെ വിഷയം. തിരിച്ച് നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരാം. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ഈ മുന്നേറ്റം 35 കൗൺസിലർമാരിലേക്ക് എത്തിയ മുന്നേറ്റം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത ഇലക്ഷൻ ആയപ്പോൾ ഇടതുപക്ഷത്തിന്റെ ശൈലി മാറ്റി പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു. പക്ഷേ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള ധാരണ അവിടെ നിൽക്കുകയും ഇത് ഇടതുപക്ഷത്തിന് ഒരു വിശ്വാസം നൽകുകയും ചെയ്തു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വീണ്ടും വിജയിക്കുകയും സ്വാഭാവികമായിട്ട് ഇടതുപക്ഷം ഭരണത്തിൽ വരികയും കോൺഗ്രസ് വളരെ പിന്നിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷം പോലും ആകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ വരുന്ന UDFന്റെ കക്ഷികൾക്ക് 10 കൗൺസിലർമാർ മാത്രമാണുള്ളത്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള വാർഡുകളിൽ കോൺഗ്രസ് ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ആ വോട്ട് ഇടതുപക്ഷത്തിലേക്ക് പോകുമെന്നും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷം ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ആ വോട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്നുമായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ധാരണ. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ ഇവരുടെ ധാരണ തെറ്റിച്ചു. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയൊരു അട്ടിമറി ഉണ്ടാക്കുകയും BJPയെ ശക്തമായ പ്രതിപക്ഷമാക്കി കോർപ്പറേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അടുത്ത വരുന്ന കോർപ്പറേഷൻ ഇലക്ഷനിൽ ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭ BJP പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഏകദേശം തിരുവനന്തപുരം കോർപ്പറേഷനിൽ 85 വാർഡുകളിൽ BJP ശക്തമായ സാന്നിധ്യം അറിയിച്ചു. അതിൽ 17 വാർഡുകളിൽ BJP 2ാം സ്ഥാനത്താണ്. ഇവിടെ ആരാണ് BJP 1ാം സ്ഥാനത്തുള്ള വാർഡുകളിൽ 2ാം സ്ഥാനമെന്ന് നമുക്ക് നോക്കിയാൽ അത് കോൺഗ്രസ് ആണ്. CPM അല്ലെങ്കിൽ ഇടതുപക്ഷം വളരെ പിന്നിലേക്ക് പോകുന്നതാണ് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുരളീധരൻ ഇപ്പോൾ ശക്തമായ ഒരു
പ്രചരണം നടത്തുകയാണ്. ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ അവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വരുന്ന കോർപ്പറേഷൻ ഇലക്ഷനിൽ കുറഞ്ഞത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ 70% വരുന്ന വാർഡുകളിൽ, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വരുന്ന കോർപ്പറേഷന്റെ 70% വരുന്ന വാർഡുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുരളീധരൻ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ 2 വർഷത്തെ സമയമുണ്ട്. മുരളീധരൻ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കുറച്ച് സ്ഥാനാർത്ഥികൾ വാർഡുകളിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജയിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഒരുപക്ഷെ മുരളീധരൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയാവും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറിൽ നിന്നും വെറും PR വർക്ക് കൊണ്ട് മാത്രം തിരുവനന്തപുരത്ത് MLA ആയ മുൻ മേയർ VK പ്രശാന്ത് ഇപ്പോൾ നിയമസഭയിൽ മുരളീധരനെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓടി നടന്ന് തോൽക്കുന്ന സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞു. VK പ്രശാന്തിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷവും മുരളീധരനും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ പുറത്താണ് നേമം മണ്ഡലത്തിൽ മുരളീധരൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തിയത്. നേമം മണ്ഡലത്തിൽ ഒരുപക്ഷെ UDFിൻ്റെ സ്ഥാനാർത്ഥി അശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അവിടെ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന BJPയുടെ താമര ചിഹ്നത്തിൽ നിന്ന ആൾ ജയിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അതിന് നിങ്ങൾ മുരളീധരനോട് നന്ദി വേണം പറയാൻ. അവിടെ നിന്ന് നമുക്ക് തിരിച്ച് വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ ഒരുപക്ഷെ 70 അടുപ്പിച്ചുള്ള വാർഡുകളിൽ BJP 1ാം സ്ഥാനത്തേക്ക് എത്തുവാൻ സാധ്യത കൂടുതലാണ്. ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം വാർഡ് തിരഞ്ഞെടുപ്പിലാണെങ്കിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലാണെങ്കിലും ശക്തമായ 3 സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കും. തിരുവനന്തപുരത്ത് 3-4 MLAമാർ BJPക്ക് ഉണ്ടാവുകയും ചെയ്യും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും വരുന്ന ഇലക്ഷനുകൾ എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.